തൃശൂർ ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചതായി പരാതി. VHSC ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. സഹപാഠികൾ മർദ്ദിക്കുകയും പുറത്തുനിന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി തലക്കടിക്കുകയുമായിരുന്നു. മർദ്ദിച്ചവർ പ്രായപൂർത്തിയാകാത്തതിനാൽ നടപടിയെടുക്കാതെ പോലീസ്. വിവരങ്ങളുമായി മനോജ് ചിരിക്കാണ്. മനോജ്, എപ്പോഴായിരുന്നു ഒരു സംഭവം? പോലീസിന്റെ ഇടപെടലും ഇത്തരത്തിലാണ്. ഈ കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ചാലക്കുടി എലിഞ്ഞിപ്ര സ്വദേശിയായിട്ടുള്ള 17-കാരനായിട്ടുള്ള മുഹമ്മദ് ജാഷിദിലാണ് ഈ ഒരു മർദ്ദനമേറ്റിട്ടുള്ളത്. ചാലക്കുടിയിലെ VHSC ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂൾ വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥികൾ ആദ്യം മർദ്ദിക്കുകയായിരുന്നു. അതായത് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുമെന്നുള്ള വിവരം ആ കുട്ടി മറ്റൊരാളോട് പറഞ്ഞു എന്നുള്ളത് കാരണം ചൊല്ലിയാണ് ആദ്യമായി ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. പിന്നീട് ഈ വിദ്യാർത്ഥി സ്കൂൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയം പുറത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് ഈ കുട്ടിയെ അടിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിൽ ഈ കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചുറ്റിക കൊണ്ടാണ് ഈ പുറത്തു നിന്നെത്തിയ വിദ്യാർത്ഥി ഈ കുട്ടിയുടെ തലയ്ക്ക് അടിച്ചിട്ടുള്ളത്. ആൽബർട്ട് വിനായക് എന്ന് പറയുന്ന കുട്ടികൾക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നിട്ടുള്ളത്. ഈ മുഹമ്മദ് നിലവിൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. മനോജ്, ഈ പോലീസ് ഈ കുട്ടികളുടെ പ്രായം കണക്കിലെടുത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും സ്കൂളിന്റെ ഭാഗത്തിനും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിന് പുറത്ത് വെച്ച് നടന്ന ഈ മർദ്ദനമായതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർക്ക് അധികമായൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ പങ്കുവയ്ക്കുന്ന വിവരം, ഈ പുറത്തു നിന്നെത്തിയ കുട്ടിക്ക് നേരത്തെയും ഇത്തരത്തിൽ ഈ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പോലീസ് ഇന്റിമേഷൻ എടുത്തിട്ടുണ്ട്, എങ്കിലും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഈ പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ മറ്റൊരു നടപടിയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ മാതാപിതാക്കളുടെ ആശങ്ക. എന്തായാലും ഇത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കരുത് എന്നാണ് ഈ മാതാപിതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഇതിൽ ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. തുടർന്ന് 1 മാസക്കാലം ഈ വിശ്രമവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ഈ ചുറ്റിക കൊണ്ട് പുറത്തു നിന്നെത്തിയ മറ്റൊരാളാണ് ഈ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. KP അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഈ പ്രായപൂർത്തിയാകാത്തതിനാൽ നടപടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന പോലീസിന്റെ സമീപനത്തിനെതിരെയും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഷേധമുയരുകയാണ്. അപ്പം ഈ സ്കൂളിനെതിരെയും അല്ലേ? തീർച്ചയായും ഇതിൽ സ്കൂൾ അധികൃതർക്ക് ഇതിനെക്കുറിച്ച് വലിയ തരത്തിൽ അറിയില്ല എന്ന് തന്നെയാണ് മാതാപിതാക്കളും പറയുന്നത്. കാരണം ഇത്തരമൊരു സംഭവം പുറത്തു നിന്ന് തന്നെ നടക്കുന്നത്. മനോജിലേക്ക് ഇപ്പോൾ ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ അമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ മകന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് പരാതി നൽകുമ്പോൾ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു മറുപടിയും എങ്ങനെയാണ്? ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞ ശേഷം കുട്ടിയുടെ വെളിയിൽ വെച്ചാണ് ഇത് ഉണ്ടായത്. പിന്നെ ഇവനെ ചുറ്റിക കൊണ്ട് അടിച്ച കുട്ടി സ്കൂളിൽ പഠിക്കുന്നില്ല. ഞാൻ ഈ വിവരം ടീച്ചറെ വിളിച്ചതും അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്നു. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു വീഴ്ച വന്നിട്ടില്ല. കാരണം ടീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇതിനോടുകൂടി ഇവരെ പ്രേരിപ്പിച്ചതോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ ആക്ഷനും എടുത്തിട്ടുണ്ട്. സ്കൂൾ ഒരു തരത്തിലും ടീച്ചേഴ്സ് അവരിന്നൊരു അലംഭാവം വന്നിട്ടേ ഇല്ല. പിന്നെ ഇപ്പം ഞങ്ങൾ ഈ ട്രോമയിലായതുകൊണ്ട് ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നെ പോലീസ് റിപ്പോർട്ട് എഴുതി, മൊഴി എഴുതി. അപ്പോ പ്രായമാവാത്ത കുട്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇളവുകളോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോഴും അവൻ ഇതായിട്ട് സർവൈവായി വരുന്നതേ ഉള്ളൂ. മാത്രമല്ല അവര് മാനസികമായിട്ട് വളരെ വിഷമത്തിലും പ്രയാസത്തിലും നല്ലൊരു സ്ട്രെസ്സാണ്. പഠിച്ചുള്ള സ്ട്രെസ് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവൻ ചോദിക്കുന്നത് 18 വയസ്സാവാത്തത് കൊണ്ട് ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഞാൻ വിചാരിക്കാം, എന്റെ ഈ അവസ്ഥ വന്നപ്പോ പഠിപ്പ് ഇങ്ങനെയായി. ഇത് സ്കൂളിന്റെ ഒരു പ്രശ്നമേ അല്ല. പല പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് വേറെ പുറമേ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കുട്ടി എങ്ങനെ ഇതിലേക്ക് വന്നു, എന്തിനു ചെയ്തു അതുപോലും അറിയുന്നില്ല. കുട്ടിയായിട്ട് ബന്ധമില്ല. മുൻപ് പരിചയമില്ലാത്തൊരു കുട്ടി ഇത് ചെയ്യാന്ന് പറയുമ്പോ തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മുടെ സമൂഹം എന്താ ഇങ്ങനെ ആവുമ്പോ ഇനി ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഇന്ന് ഇത് ചെയ്തു.
അപ്പൊ ഇനി ഇതുപോലെയുള്ള കുട്ടികളുടെ സുരക്ഷിതത്തിന് ഒരു തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അതിനിപ്പോ അവ വളരെ യെസ്, ഇതിലും കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.